ഹലോ. നമ്മുടെ ചൈൽഡ് റൈറ്റ്സിന്റെ 3rd യൂണിറ്റിലെ നെക്സ്റ്റ് സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളപ്പോ ഇത്രയും കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ജുവനൈൽ ജസ്റ്റിസ് ആക്ട്, അതേപോലെ തന്നെ പോക്സോ, അതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ചൈൽഡ് മാരേജിന്റെ പ്രൊഹിബിഷൻ ആക്ട് ഒക്കെയാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആക്ട് ആണ്. ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആൻഡ് റെഗുലേഷൻ ആക്ട് നിലവിൽ വന്നിട്ടുള്ളത് 1986 ആണ്. ഓക്കെ, സോ ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആൻഡ് റെഗുലേഷൻ ആക്ട് 1986 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ചൈൽഡ് ലേബർ എന്ന് കേൾക്കുമ്പോ തന്നെ നമുക്കറിയാം എന്താ, ബാലവേല നിരോധന നിയമം, അതാണ് നമ്മൾ പറയുന്നത്. ബാലവേല നിരോധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ 14 വയസ്സിന് താഴെ ഉള്ള കുട്ടികളൊന്നും ജോലി ചെയ്യാൻ പാടില്ല. അങ്ങനെ കുറെ റൂൾസ് നമുക്കറിയാലോ ജനറൽ ആയിട്ട്. ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ബാക്കി പറഞ്ഞ ലോസിലെല്ലാം അണ്ടർ 18 ആയിരുന്നു അല്ലെ. പക്ഷെ ഇവിടെ നമ്മൾ പറയുന്നത് ചൈൽഡ് എന്ന് പറയുന്നത് അണ്ടർ 14 ഇയേഴ്സ് ഓഫ് ഏജ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ആ ഒരു ഡിഫറൻസ് നമ്മളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നോക്കിക്കേ, ഇൻട്രൊഡക്ഷൻ നമുക്ക് കഥ എഴുതിക്കൂടെ? പണ്ട് കാലത്ത് കൊളോണിയൽ ടൈമിലൊക്കെ ഒരുപാട് കുട്ടികളെ നമ്മൾ ബാലവേലയ്ക്ക് നിർബന്ധിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ മൈനിങ് ഇൻഡസ്ട്രിയിലൊക്കെ ഒരുപാട് ചിൽഡ്രൻസ് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ ഹിസ്റ്ററി ചെയ്താലോ നമുക്ക് കുഴപ്പമില്ലല്ലോ. നോക്കിക്കേ, ദ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ റിപ്പോർട്ട്സ് ഓവർ 152 മില്യൺ ചൈൽഡ് ലേബറേഴ്സ് വേൾഡ് വൈഡ്. എന്താ, വേൾഡ് വൈഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ 152 മില്യൺ ആണ് ബാലവേല ചെയ്യുന്ന കുട്ടികളുള്ളത്. ദെൻ ഇന്ത്യ ഹാസ് അറൌണ്ട് 10 മില്യൺ ചൈൽഡ് വർക്കേഴ്സ്. പറയേണ്ട ആവശ്യമുണ്ടോ? ദെൻ despite strict laws, child labor persists in various occupations India. സോ എന്താ പറയുന്നത്, ഈ ചൈൽഡ് ലേബറിന്റെ ഒരുപാട് നിയമങ്ങളെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിലും ഇന്നും നമ്മൾ നോക്കുകയാണെങ്കിൽ ചില ഏരിയാസിലൊക്കെ എന്തുണ്ട്, ചൈൽഡ് ലേബർ നമുക്ക് കാണാൻ പറ്റും, ബാലവേല. So the Child Labor Prohibition and Regulation Act 1986 defines a child as someone under the age of 14. 14 വയസ്സിന് താഴെയുള്ള ഏതൊരാളെയാണ് നമ്മൾ എന്ത് ചെയ്യുക, കുട്ടിയായിട്ട് പരിഗണിക്കുന്നത് ഈ ആക്ട് പ്രകാരം. Then the act aims to regulate working hours and conditions for child workers. It also prohibits the employment of children in hazardous industries. അപ്പൊ ഈ ആക്ട് എന്താണ് പ്രധാനമായിട്ട് പറയുന്നത്, 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ബാലവേല എടുക്കാൻ പാടില്ല. ദെൻ എന്താണ്, അത് മാത്രമല്ല, ഇനിയിപ്പോ കുട്ടികൾ വർക്ക് ചെയ്യുന്ന പ്ലേസ് ഒക്കെയാണ്, ഇപ്പൊ 14 മുകളിലുള്ള ആൾക്കാരാണെങ്കിലും വർക്ക് ചെയ്യുന്ന പ്ലേസ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ വർക്കിംഗ് അവേഴ്സ്, അതേപോലെ തന്നെ വർക്കിംഗ് കണ്ടീഷൻസ്, ഇതെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ആക്ട് ആണ് ചൈൽഡ് ലേബർ ആക്ട് 1986 എന്ന് പറയുന്നത്. ദെൻ ഇതിന്റെ സാലിയന്റ് ഫീച്ചേഴ്സ് ഒന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കഥ എഴുതിയിട്ടോ. ഈ സാലിയന്റ് ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്, പക്ഷെ ഒന്നും കൂടി നീറ്റ് ആയിട്ട് നമുക്ക് എഴുതാം. എന്താ, complete prohibition on employment of child labor under the age of 40. 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾ എന്ത് ചെയ്യാൻ പാടില്ല, ജോലി എടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ ബാലവേല ചെയ്യാൻ പാടില്ല. 14 വയസ്സിന് താഴെ ഒരു കുട്ടി ജോലി ചെയ്താൽ അത് ബാലവേല, ചൈൽഡ് ലേബർ ആയിട്ട് നമ്മൾ കണക്കാക്കും, which is completely prohibited. Then a child is permitted to work only to help family or as a child artist after school hours or during the vacation. ഇനി കുട്ടികൾക്ക് ജോലി ചെയ്യാം, എപ്പോ മാത്രം, സ്വന്തം ഫാമിലിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ ആർട്ടിസ്റ്റുകളായിട്ട്. ചില കുട്ടികൾ ഭയങ്കര കഴിവായിരിക്കും വരയ്ക്കാൻ, അതേപോലെ തന്നെ പോട്രി ഒക്കെ. അപ്പൊ അങ്ങനെയുള്ളത് ഒന്നുകിൽ ആർട്ടിസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഫാമിലിയെ ഹെൽപ്പ് ചെയ്യാനോ വേണ്ടി മാത്രം. അതും എപ്പോ, സ്കൂൾ അവേഴ്സിന് ശേഷം. സ്കൂളുള്ള സമയത്ത് ജോലി ഉണ്ടോ പറഞ്ഞിട്ട് പോകാൻ പറ്റുമോ? ഇല്ല. സോ സ്കൂൾ ടൈമിങ്ങിന് ശേഷം അല്ലെങ്കിൽ വെക്കേഷൻ ടൈമിലൊക്കെ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, അങ്ങനെ ജോലി ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. നമ്മുടെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ പറയുന്നില്ലേ, 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കമ്പൽസറി എഡ്യൂക്കേഷൻ. അപ്പോൾ ആ എഡ്യൂക്കേഷന് ശേഷം വർക്കിംഗ് അവേഴ്സ് അല്ലാതെ നമ്മുടെ വെക്കേഷൻ ടൈമിലൊക്കെ മാത്രമേ പറ്റുള്ളൂ. ദെൻ permits adolescent labor except at hazardous conditions. എന്താണ്, ചൈൽഡ് ലേബർ കംപ്ലീറ്റ്ലി പ്രൊഹിബിറ്റഡ് ആ. പക്ഷെ അഡോളസന്റ് ലേബർ എന്ന് വെച്ചാൽ 14 വയസ്സ് വരെ കംപ്ലീറ്റ്ലി പ്രൊഹിബിറ്റഡ് ആണ്. പക്ഷെ 14 മുതൽ ഒരു 21 വയസ്സ് വരെ അല്ലെങ്കിൽ 18 വയസ്സ് വരെയൊക്കെ എങ്ങനെയുണ്ട്, ഹസാർഡസ് കണ്ടീഷൻസ് അല്ലെങ്കിൽ അവർക്ക് വർക്ക് ചെയ്യാം. അഡോളസന്റ് ലേബർ എന്ന് പറയുന്നത് 14 to 18 ആണ്. സോ ആ സമയത്ത് എന്താണ്, നമുക്ക് വർക്ക് ചെയ്യാം, പക്ഷെ ഹസാർഡസ് കണ്ടീഷനിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. ദെൻ പ്രൊവിഷൻ ഓഫ് റിഹാബിലിറ്റേഷൻ ഓഫ് ചിൽഡ്രൻ ആൻഡ് അഡോളസെന്റ്. ഇനിയിപ്പോ അഥവാ കുട്ടികൾ ഇങ്ങനെ ബാലവേലയൊക്കെ എടുക്കുന്ന കണ്ടു എന്നുണ്ടെങ്കിൽ ആ കുട്ടികളെ എന്ത് ചെയ്യാം,
റിഹാബിലേറ്റ് ചെയ്യാനും മാറ്റിപ്പാർപ്പിക്കാനും അതേപോലെ തന്നെ അവരുടെ പ്രൊട്ടക്ഷനും എല്ലാമുള്ള ഒരു എന്താ പറയാ പ്രൊവിഷൻ ഈ ആക്ട് കൊടുക്കുന്നുണ്ട്. ദെൻ ഇൻക്രീസ്ഡ് പെനാൽറ്റി ആൻഡ് ഇംപ്രിസൺമെന്റ് എന്താ പറയുന്നത്, ഇങ്ങനെ ബാലവേലയ്ക്ക് നിർബന്ധം പിടിച്ച് അവരെ കൊണ്ടാക്കുന്നവർക്കും അതേപോലെ തന്നെ ബാലവേല ചെയ്യിപ്പിക്കുന്നവർക്കൊക്കെ പെനാൽറ്റി അതേപോലെ തന്നെ പണിഷ്മെന്റ്സ് ഒക്കെ ഈ ആക്ട് പ്രകാരം വരുന്നുണ്ട്. ഓക്കെ, ദെൻ ഇവിടെ നമ്മൾ 86th ചൈൽഡ് ലേബർ ആക്ട് ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. എന്നാലും ഇതിന്റെ കൂടെ നമുക്ക് എഴുതാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇതിന്റെ കൂടെ നമുക്കൊന്ന് കൂട്ടിച്ചേർക്കാൻ പറ്റുന്ന ഒരു ആക്ടും കൂടിയുണ്ട്, ലേബർ സിസ്റ്റം ആക്ട് 1976. അത് വേറെ ഒന്നുമല്ല, ഇതാണ് ഫസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ചൈൽഡ് ലേബർ ആക്ട് വന്നത്. ഇതും ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം. എന്താ അറിയോ, പണ്ട് കരാറടിസ്ഥാനത്തിലുള്ള ജോലികളില്ലേ, ഈ ബോണ്ടഡ് ലേബർ ഒക്കെ, നമ്മുടെ ഇന്ത്യയിൽ ബോണ്ട് എന്ന് പറയുന്ന സാധനം കംപ്ലീറ്റ്ലി ഇല്ല, അത് വാലിഡ് അല്ല ശരിക്കും പറഞ്ഞാൽ ബോണ്ട് എന്ന് പറയുന്നത്. സോ ഈ ബോണ്ടഡ് ലേബറിനെ നിർത്തലാക്കിക്കൊണ്ടുള്ള ആക്ട് ആണ് ലേബർ സിസ്റ്റം ആക്ട് എന്ന് പറയുന്നത്. ഇതും നമ്മുടെ ചൈൽഡ് ലേബർ ആക്ടും എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കണ വെച്ചാല് എന്ത് ചെയ്യുന്നത്, ചിലപ്പോ ഈ അച്ഛനും അമ്മയൊക്കെ മരിച്ചു പോയിട്ട് അവരുടെ കടം തീർക്കാനൊക്കെ ഈ കുട്ടികള് ചിലപ്പോ എന്ത് ചെയ്യേണ്ടി വരും, കരാർ അടിസ്ഥാനം ബോണ്ടിന്റെ പേരിലൊക്കെ ഇതേപോലെ ജോലി എടുക്കേണ്ടി വന്നിട്ടുണ്ട്. സോ അതൊക്കെ നിർത്തലാക്കിക്കൊണ്ടുള്ള ആക്ട് ആയിരുന്നു ലേബർ സിസ്റ്റം ആക്ട് 1976. ജസ്റ്റ് ഒന്ന് പറഞ്ഞു കേട്ടോ. പ്രൊഹിബിഷൻ ഓഫ് ഫോഴ്സിംഗ് എ പേഴ്സൺ ടു ബോർഡർ ലേബർ ഫോർ ഡെപ്റ്റ് റീപേയ്മെന്റ്, കടം വീട്ടാനൊക്കെ വേണ്ടിയിട്ട് ഈ ബോണ്ടഡ് ലേബർ പ്രത്യേകിച്ച് കുട്ടികളുടെ കേസിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം നിർത്തലാക്കിക്കൊണ്ടിട്ടുള്ള ആക്ട് ആയിരുന്നു ലേബർ സിസ്റ്റം ആക്ട്. ദെൻ പ്രൊഹിബിറ്റ് ക്രിയേഷൻ ഓഫ് ബോണ്ടേജ് എഗ്രിമെന്റ് ആൻഡ് ഡിസ്ചാർജ് സച്ച് എഗ്രിമെന്റ്. എന്താണ്, ബോൺസ് ക്രിയേറ്റ് ചെയ്യുന്നതും അഥവാ ഇനി അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം ഇല്ലാതാക്കുന്നതും ഒക്കെ എന്തിൽ പെടുന്നുണ്ട്, ഈ ആക്ടില് പെടുന്ന ഒന്നാണ്. അതായത് ബോണ്ടഡ് ലേബർ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി പ്രൊഹിബിറ്റഡ് ആണ്. Compelling a person into render bonded labor is also punishable. എന്താണ്, നിർബന്ധിച്ച് ബോണ്ടഡ് ലേബറിലേക്ക് ഒരാളെ കൊണ്ടുപോകുന്നതും എന്താണ്, പണിഷബിൾ ആണ്, പ്രത്യേകിച്ച് കുട്ടികളുടെ കേസിൽ. Then includes punishment of parent who force their child to work. പറയണ്ടല്ലോ, നമ്മുടെ കുട്ടികളെ പാരന്റ്സ് നിർബന്ധിക്കുന്നുണ്ടെങ്കിൽ അവർക്കും ശിക്ഷയുണ്ട്. District magistrate and officers are introduced. All offences to be tried by an executive magistrate. Okay, അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 86th ചൈൽഡ് ലേബർ ആയിരുന്നു ബാലവേല നിരോധിച്ചിട്ട് കൊണ്ടുള്ളത്. അതിൽ നമ്മൾ വർക്കിംഗ് അവേഴ്സ് റെസ്ട്രിക്റ്റഡ് ആണ്, കണ്ടീഷൻസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ദെൻ ഈ ഓരോ സാലിയന്റ് ഫീച്ചർ എന്ത് ചെയ്യുക, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. ദെൻ ലേബർ സിസ്റ്റം ആക്ട് 1976 ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക. ഇതാണ് ആദ്യം വന്നത്, ഇതിന് ശേഷമാണ് മറ്റേത് വന്നിട്ടുള്ളത്. ഇവിടെ ബോണ്ടഡ് ലേബർ കരാർ അടിസ്ഥാനത്തിലുള്ള ജോലിയാണ് നിർത്തലാക്കിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി നമ്മള് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെ ഇപ്പൊ നമ്മൾ പറഞ്ഞു ബാലവേല ചെയ്യുന്ന കുട്ടികളുണ്ടല്ലോ, ഈ കുട്ടികളെയൊക്കെ നമ്മൾ റിഹാബിലേറ്റ് ചെയ്യണം, അതേപോലെ തന്നെ അവരുടെ പ്രൊട്ടക്ഷൻ അത് ഇതെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ കിട്ടുന്ന കുട്ടികളെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാനും അവരുടെ ഡെവലപ്മെന്റിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സ്കീമായിരുന്നു നാഷണൽ ചൈൽഡ് ലേബർ പ്രോജക്ട് സ്കീം. എന്താണെന്ന് നോക്കി നോക്കാം. ദ നാഷണൽ ചൈൽഡ് ലേബർ പ്രോജക്ട് NCLP was a scheme by the Ministry of Labour and Employment to rehabilitate children working in hazardous industries and occupations. So ആ ആക്ടിന്റെ ഭാഗമായിട്ട് തന്നെ നിലവിൽ വന്ന ഒരു സ്കീമാണിത്. കാരണം ഒരുപാട് കുട്ടികളെ ആ ആക്ട് വന്നതിന് ശേഷം ഇവർക്ക് കിട്ടുന്നുണ്ടായിരുന്നു. ഒരുപാട് ബാലവേല ചെയ്യുന്ന കുട്ടികളെ ഇവർക്ക് ഇതിനെ പ്രൊട്ടക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റി. സോ ഈ കുട്ടികളെ ഇനി എന്ത് ചെയ്യും എന്നുള്ളത് ഡിസ്കസ് ചെയ്യാനും അവരുടെ കാര്യങ്ങൾ നോക്കാനും ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത സ്കീമായിരുന്നു NCLP എന്ന് പറയുന്നത്. ഓക്കെ, ബാലവേല ഒക്കെ നിർത്തി ഈ കുട്ടികളെ നമ്മൾ ഇനി എന്താ ചെയ്യുക അത് നോക്കാൻ വേണ്ടി. The scheme was initiated in 1988 and was subsumed under the Samagra Shiksha Abhiyan SSA scheme on April 1, 2021. അപ്പൊ എന്താണ്, 1988 ഇത് നിലവിൽ വന്നത് സത്യം പറഞ്ഞ. ദെൻ അത് മാത്രല്ല സമഗ്ര ശിക്ഷ അഭിയാൻ കേട്ടിട്ടില്ലേ, SSA, അതുമായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ പ്രോജക്റ്റ് എല്ലാം വന്നിട്ടുണ്ടായിരുന്നത്. ദെൻ ഐഡന്റിഫൈഡ് ചിൽഡ്രൻ ഷുഡ് ബി വിഡ്രോൺ from the labor and put into special schools age 5 to 8 directly to formal education through SSA. അപ്പൊ എന്താ പറയുന്നത്, ഇങ്ങനെ ബാലവേല ചെയ്യുന്ന കുട്ടികൾ, അതായത് 5 വയസ്സിനും 8 വയസ്സിനും ഇടയിലുള്ള ബാലവേല ചെയ്ത കുട്ടികളെ കണ്ടുകിട്ടിയവരെ എന്ത് ചെയ്തു, SSA പ്രകാരം നോർമലി നമ്മുടെ ഫോർമൽ എഡ്യൂക്കേഷനിലേക്ക് അവർ വിട്ടു. അതായത് 1ാം ക്ലാസ് മുതൽ 5 വയസ്സെന്ന് പറയുമ്പോൾ 1
എഡ്യൂക്കേഷനിലേക്കാണല്ലോ. സോ നേരെ ഫോർമൽ എഡ്യൂക്കേഷനിലേക്ക് വിട്ടു. ദെൻ 9 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾ എന്താ ചെയ്ത്? റിഹാബിലേഷൻ ത്രൂ NCLP സ്കൂൾ, നോൺ ഫോർമൽ സ്കൂൾസ് പ്രൊവൈഡ് ബ്രിഡ്ജ് എഡ്യൂക്കേഷൻ, സ്കിൽഡ് ഓർ വൊക്കേഷണൽ ട്രെയിനിങ് എക്സെട്ര. അപ്പൊ 5 വയസ്സ് മുതൽ 8 വയസ്സുള്ളവരെ നേരെ 1ാം ക്ലാസ് മുതൽ ഫോർമൽ എഡ്യൂക്കേഷനിലേക്ക് വിട്ടു. കാരണം അവരുടെ വയസ്സ് എന്ന് പറയുന്നത് അത്ര കൂടുതലല്ല. പക്ഷെ 9 to 14 ഉള്ളവരെ, 9 വയസ്സുള്ള കുട്ടി 1ാം ക്ലാസ്സിൽ ഇരുത്താൻ പറ്റുമോ? ഇല്ല. സോ 9 to 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എന്ത് ചെയ്തു? ഫോർമൽ എഡ്യൂക്കേഷന് പകരം ഒരു നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ പാരലൽ ആയിട്ട് വൊക്കേഷണൽ ട്രെയിനിങ്ങും അതേപോലെ തന്നെ ബ്രിഡ്ജ് എഡ്യൂക്കേഷൻ ഒക്കെ കൊടുത്തിട്ട്, അതായത് നമ്മുടെ ഫോർമൽ അല്ലാതെ എന്നാൽ അവർക്ക് എഡ്യൂക്കേഷനും കാര്യങ്ങളൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കൊടുത്ത് ഒരു നോൺ ഫോർമൽ മെത്തേഡാണ് അവരവിടെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ദെൻ നമ്മൾ പറഞ്ഞു സാലിയൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാന്നുള്ളത്. ജസ്റ്റ് അതൊന്നും കൂടി ഞാൻ പറയാണ്. പ്രൊഹിബിഷൻ ഓഫ് എംപ്ലോയ്മെന്റ് ഇൻ ഹസാർഡസ് കണ്ടീഷൻ, അതായത് മൈനിങ് ഇൻഡസ്ട്രിയിലൊക്കെയാണ് കുട്ടികൾ ഏറ്റവും കൂടുതലായിട്ട് ജോലി ചെയ്തതായിട്ട് കണ്ടുവരുന്നത്. സോ അത്തരം ഇൻഡസ്ട്രിയിലൊക്കെ നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ്, ക്യാൻസർ പോലത്തെ ലങ് ഡിസോർഡേഴ്സ് ഒക്കെ ഒരുപാട് വരാൻ ചാൻസ് ഉണ്ട്. സോ കുട്ടികൾ എന്ന് പറയുന്നത് നാളത്തെ തലമുറ ആയതുകൊണ്ട് തന്നെ അവരുടെ പ്രൊട്ടക്ഷൻ നമ്മുടെ ഇമ്പോർട്ടൻസ് ആണ്, അല്ലെ? സോ ഇങ്ങനത്തെ ഹസാർഡസ് സിറ്റുവേഷൻസിൽ കുട്ടികളെ ജോലി ചെയ്യിപ്പിക്കാൻ പാടില്ല. അതേപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പണ്ടൊക്കെ സർക്കസുകളിലൊക്കെ, തെരുവോര സർക്കസിലൊക്കെ കുട്ടികൾ ഒരുപാട് ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നൊന്നും നമുക്ക് അങ്ങനെ കാണാൻ പറ്റില്ല. ഓക്കെ, ദെൻ റെഗുലേഷൻ ഓഫ് കണ്ടീഷൻ ഫോർ നോൺ ഹസാർഡസ് വർക്ക്. ഇനിയിപ്പോ നോൺ ഹസാർഡസ് വർക്ക് ആണെങ്കിൽ പോലും കുട്ടികളെ കൊണ്ട് ഭാരിച്ച് ജോലി ചെയ്യിപ്പിക്കാൻ പാടുവോ? ഇല്ല. മാത്രല്ല എന്താണ്, ആ കുട്ടികൾക്ക് ഫുഡ് അല്ലെങ്കിൽ അവരുടെ ഷെൽട്ടർ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ട് കൊണ്ടായിരിക്കണം നോൺ ഹസാർഡസ് വർക്ക് ആണെങ്കിലും ചെയ്യിപ്പിക്കേണ്ടത്. ദെൻ വർക്കിംഗ് അവേഴ്സ് ഓഫ് മാക്സിമം 6 hours ഇൻ എ ഡേ. ഒരു ദിവസം ഫുൾ ഡേ കുട്ടികളെ കൊണ്ട് പണിയെടുപ്പിക്കാൻ പാടുമോ? ഒരിക്കലും പാടില്ല. മാക്സിമം 6 മണിക്കൂറേണ് ഒരു കുട്ടിക്ക് ജോലി ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ദെൻ വർക്ക് എൻവിറോൺമെന്റ് ഷുഡ് നോട്ട് ഹാം ദ ചൈൽഡ്. ആ എൻവിറോൺമെന്റ് എന്ന് പറയുന്നത് കുട്ടി ചെയ്യുന്നത് ഒരു പക്ഷേ ഹസാർഡസ് അല്ലാത്ത വർക്കായിരിക്കാം, പക്ഷെ അതിന്റെ എൻവിറോൺമെന്റ് എന്ന് പറയുന്നത് ഹസാർഡസോ അല്ലെങ്കിൽ എന്താ പറയാ ഹാമി എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഏരിയാസിലും കുട്ടികളെ ജോലി ചെയ്യിക്കാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോറിയിലൊക്കെ കുട്ടികളെ ചിലപ്പോൾ കുറച്ച് ചെറിയ കല്ലുകളെ ചുമന്ന് കൊണ്ടുപോകുമായിരിക്കും. പക്ഷെ ഇങ്ങനെ ഈ സ്ഫോടനം എന്തൊക്കെ നടക്കുന്നതുകൊണ്ട് അതൊരു ഹസാർഡസ് കണ്ടീഷൻ എൻവിറോൺമെന്റ് ആയതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഹാം ചെയ്യുന്ന എൻവിറോൺമെന്റിലൊന്നും കുട്ടികളെ ജോലി ചെയ്യിപ്പിക്കാൻ പാടില്ല. ദെൻ എഡ്യൂക്കേഷണൽ പ്രൊവിഷൻ. എന്താ, കുട്ടികളെ ഇങ്ങനെ നമ്മളെ ജോലി ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിലും അവരുടെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ പറഞ്ഞിരുന്നു 14 വയസ്സിന് താഴെയുള്ള കുട്ടിക്ക് ഫാമിലിനെ ഹെൽപ്പ് ചെയ്യാനും ആർട്ടിസ്റ്റ് ആയിട്ടും അതർ ദാൻ സ്കൂൾ അവേഴ്സ് മാത്രമേ വർക്ക് ചെയ്യാൻ പാടുള്ളൂ. സോ എഡ്യൂക്കേഷൻ ഇസ് മസ്റ്റ് എന്നാണ് പറയുന്നത്. ദെൻ റെഗുലേഷൻ ആൻഡ് എൻഫോഴ്സ്മെന്റ് ഇൻസ്പെക്ഷൻ ബൈ ഓഫീസേഴ്സ്. അതായത് ഇങ്ങനെയുള്ള ഇൻഡസ്ട്രീസും കാര്യങ്ങളൊക്കെ കുട്ടികളെ പ്രോപ്പർ ആയിട്ട് തന്നെയാണ് വർക്ക് ചെയ്യിപ്പിക്കുന്നത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അനധികൃതമായിട്ട് എന്തെങ്കിലും നടക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള എൻഫോഴ്സ്മെന്റും അതേപോലെ തന്നെ അതിന്റെ ഓഫീസേഴ്സിനൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ദെൻ പെനാൽറ്റീസ് ആൻഡ് ഒഫൻസസ്. എന്താണ്, ഇങ്ങനെ എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ തന്നെ അതിന് തക്കതായിട്ടുള്ള പെനാൽറ്റീസും പണിഷ്മെന്റ്സ് ഒക്കെ കൊടുക്കാനും ഈ ആക്ട് പ്രകാരം നിയമമായി. ദെൻ ഈ ആക്ട് പ്രകാരം ചൈൽഡ് എന്ന് പറയുന്നത് ആരാണ്? എനിവൺ അണ്ടർ ഏജ് ഓഫ് 14 ആണ്. ഓക്കെ, അപ്പൊ ചൈൽഡ് ലേബർ ആക്ട് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് വരുന്നത്? 1986 നിലവിൽ വന്നിട്ടുള്ള ഒരു ഹിസ്റ്ററി പറയുക ജനറൽ ആയിട്ട്. ദെൻ അതിന്റെ സാലിയൻ ഫീച്ചേഴ്സ് ഇതിനേക്കാൾ നല്ലത് ഇത് പറയാനായിട്ട് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ദെൻ നാഷണൽ ചൈൽഡ് ലേബർ പ്രോജക്ട് സ്കീം എന്താന്ന് പറയാ, ഇത്തരത്തിൽ കണ്ടുപിടിച്ചിട്ടുള്ള കുട്ടികളെ മാറ്റിപ്പാർപ്പിക്കാനും അവരുടെ എഡ്യൂക്കേഷൻ സപ്പോർട്ട് ചെയ്യാനുള്ള സ്കീമാണ്. അതേപോലെ ലേബർ സിസ്റ്റം ആക്ട് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം, 10 മാർക്കിന് ചോദിക്കുമ്പോൾ എഴുതാനുള്ള കാര്യമാണ് കേട്ടോ പറയുന്നത്. അപ്പോ ഇതെല്ലാം കൂടി ഒന്ന് സമ്മറൈസ് ചെയ്ത് നീറ്റായിട്ട് പൂവും കായൊക്കെ വരച്ച് നമ്മൾ റെപ്രസെന്റ് ചെയ്താൽ ഒരു 10 മാർക്ക് നമുക്ക് കിട്ടും. പിന്നെ ഇങ്ങനത്തെ ലോസും ആക്ടും ഒക്കെ എഴുതുമ്പോൾ ഡേറ്റും ഇയറും ഒക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നല്ല ബോൾഡ് ആയിട്ട് എഴുതാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സോ നെക്സ്റ്റ് സെഷനുമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ.